കസൻസാക്കിസിൻ്റെ നാട്ടിൽ എന്നാണ് നമ്മൾ ഈ സെഷന് പേര് നൽകിയിരിക്കുന്നത്. കസൻസാക്കിസ് എന്ന എഴുത്തുകാരൻ എൻ്റെ ജീവിതത്തിനൊപ്പം കൂടിയിട്ട് എൻ്റെ വായനാകാലത്തോളം പഴക്കമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എഴുത്ത് തുടങ്ങുന്നതിനും എത്രയോ കാലം മുമ്പേ വായന തുടങ്ങുകയും ആ വായനയുടെ ഘട്ടത്തിൽ എപ്പോഴോ ഒരിക്കൽ ഗ്രീക്ക് എഴുത്തുകാരനായ കസൻസാക്കിസിൻ്റെ മുമ്പിൽ ചെന്നുപെടുകയും പിന്നീട് ഒരിക്കലും അതിൽ നിന്ന് മോചിതനാവാൻ കഴിയാതെ പോവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. 90കളുടെ പകുതിയിൽ എപ്പോഴോ ഒരിക്കലാണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന നോവൽ വായിക്കുന്നത്. തിരുവനന്തപുരത്തെ മോഡേൺ ബുക്സിൽ നിന്ന് ആ പുസ്തകം കരസ്ഥമാക്കി തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ബന്ധുവീട്ടിൽ നിന്ന് അതിൻ്റെ വായന തുടങ്ങി. ആ വായനയുടെ ലഹരിയിൽ തിരുവനന്തപുരത്തെ തെരുവിലൂടെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചവനെ പോലെ, അല്ലെങ്കിൽ പുസ്തകത്തിൽ നിമഗ്നനായി ഇങ്ങനെ നടന്നത് ഞാൻ ഓർക്കുകയാണ്. പിന്നീട് നമുക്കറിയാം, നമ്മളൊരു എഴുത്തുകാരനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങിപ്പോകാനും അയാളുടെ പുതിയ രചനകളിലേക്ക് പരിചയിക്കാനുമൊക്കെ ഉള്ളൊരു തീവ്ര ശ്രമം നമുക്ക് ഉണ്ടാവും. ചിലപ്പോഴൊക്കെ അത്തരം ശ്രമങ്ങൾ നമ്മളെ നിരാശരാക്കുകയും ചെയ്യും. ഒരു എഴുത്തുകാരൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതി വായിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു രചനയിലേക്ക് പോകുമ്പോൾ അതേ തീക്ഷ്ണത നമുക്ക് ലഭിച്ചില്ലല്ലോ എന്ന ഒരു വേദന നമുക്കുണ്ടാവാം. ആദ്യത്തെ പുസ്തകം വായിച്ചപ്പോഴുണ്ടായ ഒരു അനുഭവം നമുക്ക് രണ്ടാമത് ഉണ്ടായില്ലല്ലോ എന്ന ഒരു ഖേദം നമുക്ക് ഉണ്ടാവാം. പക്ഷേ ചില എഴുത്തുകാർ അങ്ങനെയല്ല. ചില എഴുത്തുകാർ ഓരോ പുസ്തകത്തിലും പുതിയ പുതിയ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയും ആദ്യം വായിച്ച പുസ്തകത്തേക്കാൾ മനോഹരമാണല്ലോ അടുത്ത പുസ്തകമെന്ന് നമ്മളെ തോന്നിപ്പിക്കുകയും ആ പുസ്തകത്തേക്കാൾ മനോഹരമാണല്ലോ അടുത്തത് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സർഗാത്മക വൈഭവം പുലർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വലിയ മാസ്റ്റേഴ്സ് എല്ലാം അങ്ങനെയാണ്. എല്ലാ കൃതികളിലും പുതിയ പുതിയ അനുഭവങ്ങൾ അവർ നമുക്ക് പകർന്നു നൽകുന്നു എന്നുള്ളതാണ്. കസൻസാക്കിസ് അങ്ങനെ ഒരു എഴുത്തുകാരനായിട്ടാണ് എനിക്ക് എല്ലാ കാലത്തും തോന്നിയിട്ടുള്ളത്. ലാസ്റ്റ് ടെംപ്റ്റേഷൻ വായിച്ചിട്ട് സോർബ വായിക്കുമ്പോൾ എന്തോ ഒരു മനോഹരമായ കൃതിയാണ് സോർബ എന്ന തോന്നലുണ്ടാവുന്നു. അതിനുശേഷം റിപ്പോർട്ട് ഗ്രീക്കോ വായിക്കുമ്പോൾ അത്തരത്തിലേക്ക് ഒരു 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 എഴുത്തുകാരൻ്റെ ആത്മകഥയും അതിനോടൊപ്പം തന്നെ ഭാവനാത്മകതയും ചേരുന്ന ഒരു കൃതി റിപ്പോർട്ട് ഗ്രീക്കോയിൽ നമ്മൾ കാണുകയാണ്. അത് കഴിഞ്ഞ് ക്രൈസ്റ്റ് റീക്രൂസിഫൈഡിലേക്ക് എത്തുമ്പോൾ മറ്റൊരു തരത്തിൽ ഒരു കൃതിയാവുന്നു. പുതിയ കാലത്തിൽ ക്രിസ്തു അവതരിച്ചാൽ എന്താണ് ഈ ലോകത്തിൽ നിന്ന് സംഭവിക്കുക എന്ന തരത്തിലൊരു എഴുത്തുകാരൻ മുന്നോട്ട് വെക്കുന്ന ഒരാശയം. അല്ലെങ്കിൽ ദൈവരക്ഷകർ എന്ന് പറയുന്ന കൃതി, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം എന്ന് പറയുന്ന കൃതി, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന കൃതി, അങ്ങനെ ഏത് കൃതിയിലൂടെ പോയാലും നവ്യമായ ഒരു അനുഭവം നമുക്ക് പകർന്നു നൽകുന്ന എഴുത്തുകാരൻ എന്ന നിലയിൽ എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു നിക്കോസ് കസൻസാക്കിസ്. നമ്മൾ ആ വേട്ടയാടൽ ഇത്രയും കാലം കഴിഞ്ഞ 25 വർഷക്കാലമായി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ആ വേട്ടയാടൽ തുടരുന്നതിൻ്റെ ഏറ്റവും അവസാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മൾബറി എന്ന് പറയുന്ന മാതൃഭൂമി വാരികയിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന നോവലും കസൻസാക്കിസും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒക്കെ കടന്ന് വരുന്നത്. ഒരു എഴുത്തുകാരൻ എന്തിനാണ് നോവൽ എഴുതുന്നത് എന്ന് ചോദിച്ചാൽ അയാളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് അവനവനോട് തന്നെയുള്ള ഒരു ഉത്തരം തേടൽ കൂടിയാണ് നോവൽ എന്ന് പറയുന്നത് എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. ആടുജീവിതം എഴുതിയത് എന്തിനെന്ന് ചോദിച്ചാൽ മരുഭൂമിയെ സംബന്ധിച്ച്, ഗൾഫ് ജീവിതത്തെ സംബന്ധിച്ചുള്ള എൻ്റെ ചില ആകുലതകൾക്ക് ഞാൻ തന്നെ കണ്ടെത്തുന്ന മറുപടി എന്നാണ് ഞാനതിന് പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തിനാണ് മൾബറി എന്ന് പറയുന്ന നോവൽ കസൻസാക്കിസിനെ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ കസൻസാക്കിസിൻ്റെ ജീവിതത്തെ ഓർത്തുള്ള, അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തെ ഓർത്തുള്ള, അദ്ദേഹത്തിൻ്റെ ആത്മീയതയെ ഓർത്തുള്ള ആകുലതകൾ, അല്ലെങ്കിൽ അതിനോടുള്ള അഭിനിവേശം എനിക്ക് തീരാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആ യാത്രയുടെ ഇടയിൽ എപ്പോഴോ ആണ് കസൻസാക്കിസിൻ്റെ നാട്ടിൽ എത്തപ്പെടാൻ ഇടയാവുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടും കൃതികളോടും ദേശത്തോടുമൊക്കെ കൂടുതൽ ഇടപഴകുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ ഒരു രീതിയിൽ
സന്തോഷ് കുമാറും ഗ്രീസിലേക്ക് യാത്ര പോയിട്ടുള്ള ആളാണ്, അതിൻ്റെ ചരിത്രത്തിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഉള്ള രണ്ടു പേരാണ് ഇവിടെ ഇന്ന് കസൻസാക്കിസിനെ കുറിച്ചും ഗ്രീസിനെക്കുറിച്ചും അതിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ ജീവിത വൈവിധ്യത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും കസൻസാക്കിസ് എനിക്കൊരു ഒഴിയാബാധയാണ്, അഡിക്റ്റഡാണ്. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാം. സന്തോഷ് കുമാർ സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷനിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. എല്ലാവർക്കും നമസ്കാരം. കസാൻസാക്കിസ് ഭക്തനല്ല, കസാൻസാക്കിസ് ഒരു ഭ്രാന്തരായിട്ടുള്ള ഒരാളാണ് ബെന്യാമിൻ. ഞാൻ പരിചയപ്പെടുന്ന കാലം തൊട്ട് തന്നെ നിക്കോസ് കസാൻസാക്കിസിനെ പറ്റി എപ്പോഴും പറയുക എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളായ ഒരു കാര്യം ഞാൻ പറയാം. ഈ കാമൂന് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, എന്നേക്കാൾ 100 ഇരട്ടി അർഹതയുള്ള ഒരാളാണ് കസാൻസാക്കിസ്, അദ്ദേഹത്തിനായിരുന്നു നോബൽ സമ്മാനം കൊടുക്കേണ്ടിയിരുന്നത് എന്ന്. അങ്ങനെ ആരെങ്കിലും പറയുമോ സാധാരണ രീതിയിൽ? അത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു എഴുത്തുകാരായിരുന്നു. തന്നെയല്ല, ഈ ബെന്യാമിൻ പറഞ്ഞ പോലെ തന്നെ ആത്മീയതയെയും കമ്മ്യൂണിസത്തെയും ബുദ്ധ ദർശനങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ള വലിയ ഒരു എഴുത്തുകാരായിരുന്നു. മനുഷ്യൻ്റെ മാനവികതയെ പറ്റി വളരെ ആകുലമായ ചിന്തകളുള്ള ആളായിരുന്നു, സംശയങ്ങളുള്ള ആളായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. 10-74 വയസ്സിനുള്ളിൽ വലിയ പുസ്തകങ്ങൾ, ഡിവൈൻ കോമഡി പോലെയുള്ള പുസ്തകങ്ങൾ, അത് നേരെ തിരിച്ച് ഈ മറ്റേ ഡാർവിൻ്റെ പുസ്തകം ഒറിജിൻ ഓഫ് സ്പീഷീസ്, അതൊക്കെ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള, ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള, അങ്ങനെയുള്ള വലിയൊരു മനുഷ്യൻ്റെ പ്രദേശത്ത്, അദ്ദേഹം ജീവിച്ചിരുന്ന പ്രദേശത്ത് എന്ന് ചേരുക എന്നുള്ള ഒരു അനുഭവമാണ് ആദ്യം ഞാൻ പറയാം. രണ്ടാമത് എനിക്ക് തീർച്ചയായിട്ടും ആ ഗ്രീസിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയെ പറ്റി പറയാൻ്റെ, യാത്രയെ പറ്റി തീർച്ചയായിട്ടും. പിന്നെ ബെന്യാമിൻ്റെ ഇപ്പം 34 ലക്കത്തിലെത്തി നിൽക്കുന്ന മൾബറി എന്നുള്ള ബെന്യാമിൻ്റെ യാത്ര കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ ആൾ നോവലിലൂടെ കസാൻസാക്കിസും ഗ്രീസും ഏതൻസും ഒക്കെ ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ 2 ദിവസം കൊണ്ട് അത് സീരിയലൈസ് ചെയ്ത് സാധാരണ പുസ്തകം വായിക്കണ പതിവില്ലെങ്കിലും ഇന്നലെയും പിന്നെ ഞാൻ നേട്ടതിരുന്ന് അങ്ങനെ വായിച്ചു. അതിൻ്റെ അനുഭവം കൂടി പറയാൻ തോന്നും. ഞാൻ 2022 2 വർഷം മുമ്പ് ഒക്ടോബറിലാണ് ഈ ഗ്രീസിലേക്ക് പോകുന്നത്. ഏതൻസിലും തെസലോണിക്കി എന്ന് പറയുന്നത് രണ്ടും ബെന്യാമിൻ്റെ നോവലിൽ വരുന്നുണ്ട്, ഈ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ചില ഭീതികളുണ്ട്. അതായത് ഈ ഗ്രീസ് എന്ന് പറയുന്നത് 2008 സാമ്പത്തിക പ്രതിസന്ധി കാരണം വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരാൾ. IMFൻ്റെ കുറേ നിയന്ത്രണങ്ങൾ വന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ പേടിയോടെയാണ് യാത്ര ചെയ്യുന്നത്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ ക്ലോസ് ലീബിക് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂണിക്കിലുള്ള ഒരു ജർമ്മൻ സുഹൃത്തുണ്ടായിരുന്നു. എല്ലാ വർഷവും അദ്ദേഹം കേരളത്തിൽ വരാറുണ്ട്. അദ്ദേഹം അവിടെ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് അടിച്ചു പോയി, എല്ലാം പോയി, വിസ, പാസ്പോർട്ടൊക്കെ പോയിട്ടുള്ള അങ്ങനെയുള്ള ഒരു അവസരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രീസിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും പറയുക വളരെ സൂക്ഷിക്കണം, പോക്കറ്റ് അടിക്കാരുണ്ടോ, കാരണം സാമ്പത്തികമായിട്ട് അത്രയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസരമായിരുന്നു. അപ്പോൾ എന്താ ഉണ്ട് അവിടെ വെച്ചാൽ, നമ്മൾ യൂറോപ്പിലെ തണുപ്പൊക്കെ വിചാരിച്ചിട്ടാണ് അവിടെ പോവുക. ഒരു ഷർട്ടിടും, കോട്ടിടും, അതിൻ്റെ മുകളിൽ ഒരു കോട്ടിടും, കാരണം ഈ നമ്മുടെ പേഴ്സൊക്കെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ ഈ അദൃശ്യനായ പോക്കറ്റടിക്കാരനെ പേടിച്ചുകൊണ്ട് ഈ ഭയങ്കരമായ ചൂടാണ് ഗ്രീസിൽ ആ സമയത്ത്. ഒക്ടോബർ സമയത്ത് ഭയങ്കര ഒരു വേനൽക്കാലത്തിൻ്റെ ഒരു പൊള്ളുന്ന, പിന്നെ കടൽ തീരാണല്ലോ, അതിൻ്റെ ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ട്. ഇതൊക്കെ സഹിച്ചുകൊണ്ട് വളരെ വലിയ കുപ്പായങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ അക്രോപോളിസൊക്കെ കയറാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു അനുഭവമാണ് ആദ്യം. പക്ഷെ കുറേ നേരം നമ്മൾ ഈ അദൃശ്യനായ പോക്കറ്റ് അടിക്കാരനെ പ്രതീക്ഷിക്കും. കുറേ നേരം കഴിഞ്ഞ്, കുറേ കാലം കഴിഞ്ഞ് നമ്മൾ 2, 3, 4 ദിവസം അവിടെയൊക്കെ പ്രവർത്തിച്ചിട്ട് ഇയാളെ കാണാനില്ല. പക്ഷെ എപ്പോൾ വേണമെങ്കിൽ അയാൾ സംഭവിക്കാം എന്നുള്ളതാണ്. പല യാചകരെയൊക്കെ കാണും നമ്മൾ. സാധാരണ രീതിയിൽ യൂറോപ്പിലൊന്നും ഇപ്പം അങ്ങനെ യാചകരെ, കിഴക്കൻ യൂറോപ്പിൽ കുറച്ചൊക്കെ ഉണ്ടാവും. സാധാരണ ഒന്ന് യാചകരോട്, ഒരിക്കലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഭിക്ഷ യാചിച്ചു. അപ്പോൾ നമ്മൾ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് മദ്യം വേണം. മദ്യം കൊടുക്കാമെന്നുള്ളത് സാധാരണ രീതിയിൽ ആരെങ്കിലും ചെയ്യേണ്ട ഒരു ഭിക്ഷയായിട്ട് കൊടുക്കുമോ, അത് നിഷേധിച്ചു. അപ്പോൾ അവളങ്ങനെ പിന്നെ ഓടിച്ചു വിടുകയാണ് ചെയ്തിരുന്നത്. ഇങ്ങളെ ഒരു അനുഭവങ്ങൾ. ഏതൻസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൻസിനെ പറ്റിയല്ല, റോമിനെ പറ്റി റിൽക്കെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് ഏതൻസിനെ ബാധിക്കും. അത് റോമിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1903 റോമിൽ പോയപ്പോൾ റെയ്നർ മാറിയ റിൽക്കെ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞു, ഇത് ഭൂതകാലത്തിൻ്റെ ഒരു സമൃദ്ധിയുള്ള സ്ഥലമാണ്, പുരാവസ്തു മണക്കുന്നു, നമുക്ക് എവിടെ തിരിഞ്ഞാലും പുരാവസ്തു മണക്കും.
നമ്മുടേത് അല്ലാത്തതും ആയിരിക്കാൻ പാടില്ലാത്തതുമായ ഭൂതകാല അവശിഷ്ടങ്ങളുടെ ഒരു ആകസ്മികതയാണ് ഈ റോം എന്ന് പറയുന്ന പട്ടണം. ഇത് പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല എന്ന് ആദ്യം അദ്ദേഹം പറയും. പിന്നീട് പറയും എന്നാലും ലോകത്തെ എല്ലാവരുടെയും സൗന്ദര്യം ഉണ്ടല്ലോ, അതുപോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും റോമിലും സൗന്ദര്യമുണ്ട് എന്ന് തോന്നും. ഏതൻസിൻ്റെ സ്ഥിതി തന്നെ. ഏതൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരശ്ചീനായിട്ടുള്ളൊരു പട്ടണം പോലെ തോന്നും. വെള്ള കെട്ടിടങ്ങളാണ് മിക്കവാറും, എല്ലാം വെള്ള കെട്ടിടങ്ങൾ. കാരണം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പ്ലേഗ്, കോളറയൊക്കെ വരും. അതിനെ പ്രതിരോധിക്കാനായിട്ട് ഈ നാശിനി എന്നുള്ള രീതിയിൽ വെള്ള പൂശിയാണ് ഇവർ ചെയ്യുന്നത്. എല്ലാ കെട്ടിടങ്ങൾക്കും വെള്ള പൂശിയിരിക്കും. വലിയ ഉയരമുള്ള കെട്ടിടങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം 27 മീറ്ററിന് ഒരു പരിധിയുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അക്രോപോളിസ് എന്ന് പറയുന്ന വലിയ സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലുള്ള പാർത്തനോൺ എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് കെട്ടിടങ്ങളിൽ വരാൻ പാടില്ല എന്നുള്ളൊരു നിയന്ത്രണമുണ്ട്. ഇത് എല്ലാവരുടെയും പാലിച്ചിരിക്കും. നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഒരു ഭൂതകാല അവശിഷ്ടം ഉണ്ടാവും, കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ പുരാവസ്തു ഗവേഷകർ അവിടെ ആകെ എനിക്ക് തോന്നുന്നു ഈ ഒലിവ് മരങ്ങൾ മാത്രമേ അധികം പുരാതനമല്ലാത്തത് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ഓരോ നഗരത്തിൻ്റെ ചതുരങ്ങളിലും ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതിങ്ങനെ ചെറിയ സ്ഥലമായിരിക്കും, എന്തെങ്കിലും നിരന്തരമായിട്ട് വളരെ പതുക്കെ ഭൂതകാലത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം കാണും. വേറൊരു അനുഭവം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഞങ്ങൾ ഹംഗറിയിലെ ബുദാപെസ്റ്റ് നിന്നാണ് ഒരു എയർലൈനിൽ വന്നത്. ഏറ്റവും വില കുറഞ്ഞൊരു എയർലൈനാണ് റയാൻ എയർലൈൻ, ഐറിഷ് എയർലൈനാണ്. കാശ് വളരെ കുറവാണ്. പക്ഷേ നമ്മൾ പണ്ട് ശശി തരൂർ കാറ്റിൽ ക്ലാസ് എന്ന് വിളിച്ച പോലെയുള്ള ഒരു അതാണ്. ഇങ്ങനെ ഒരു എയർലൈനിൽ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ നരകത്തിലെ ആത്മാക്കളെ പോലെ ആയിരിക്കും ആൾക്കാർ ഇങ്ങനെ പതുക്കെ കടന്നു ഒരു പ്രത്യേക പൊസിഷനിൽ മാത്രമേ നമുക്ക് പെട്ടിയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ ഒരു കാശി അയച്ചു കിടക്കും. ആകെ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ പെട്ടി ചിലപ്പോൾ അറ്റത്ത് ഏറ്റവും മുമ്പിലൊക്കെ കൊണ്ടിരിക്കും, സ്ഥലമില്ല. പക്ഷേ റിയാൻ എയറെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയട്ടെ. ഞാനും ഇന്ദു ഭവനും കൂടെ കഴിഞ്ഞ യാത്ര പോയപ്പോൾ റിയാൻ എയർ എന്ന് കണ്ടപ്പോൾ റിയ നായർ എന്നാണ് വായിച്ചത്. റിയ നായരുടെ എയർലൈൻസ് എന്നാണ് പറയുന്നത്. അത് വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത്ഭുതം, ഏതാണ്ട് 2 മണിക്കൂർ പറന്നിട്ടാണ് നമ്മൾ റോമിൽ ഏതാണ്ട് ഒരു 7:30 മണിയാകുമ്പോൾ വളരെ ശ്വാസം മുട്ടിക്കൊണ്ടാണ് എയർലൈനിൽ ഇറങ്ങുക. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭവം ഉണ്ടായി. മറ്റേ വിമാനം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാവരും എഴുന്നേറ്റ് കൈയടിച്ചു. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ഇറക്കിയതിനുള്ള ഇതാണോ, ഇനിയിപ്പോൾ സേഫായിട്ട് ജേണി വന്നതിനുള്ളതാണോ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. വളരെ ഒരു ചുറ്റുപാടൊക്കെ വളരെ അവിടെ തന്നെ നോക്കുമ്പോൾ തന്നെ അങ്ങനെ വണ്ടികളൊക്കെ കാത്തു നിൽക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ അപ്പോൾ ഇതിൽ ബെന്യാമിൻ അതിൽ എഴുതുന്നുണ്ട്, സിൻഗാമ എന്ന് പറഞ്ഞൊരു സ്ഥലങ്ങളൊക്കെ പറ്റി എഴുതുന്നുണ്ട്. ഞങ്ങൾ ഏതൻസിൽ പോയ ഒരു 4 ദിവസത്തോളം ഏതൻസിലാണ്. അപ്പോൾ ഈ ഏതൻസിലാണ് ഈ മ്യൂസിയങ്ങളുടെ ഒരു കളിയാണ്. മ്യൂസിയങ്ങൾ ഈ നോവലിൽ ഇത് വരുന്നുണ്ട്. മ്യൂസിയങ്ങൾ കണ്ടുമടുക്കും നമുക്ക്. കാരണം നമ്മൾ വലിയ പണ്ഡിതരല്ലാത്തതുകൊണ്ട് ഈ എല്ലാ മ്യൂസിയങ്ങളും ഒരുപോലെ ഇരിക്കും. റോമിൽ പോയാലും ഗ്രീസിൽ പോയാലും ഒക്കെ മ്യൂസിയങ്ങൾ, യൂറോപ്യൻ മ്യൂസിയങ്ങൾക്ക് ഒരേ സ്വഭാവം ഉണ്ടാവും. അതാണ് ഇത് തീരുന്നില്ല, എത്രമാത്രം കുഴിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ റോം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അനുഭവങ്ങളുടെ സമൃദ്ധിയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ സ്മരണകളുടെയൊക്കെ ഒരു സമാഹാരം പോലെ തോന്നും റോം. പിന്നെ വേറെ ചില അത്ഭുതങ്ങൾ എനിക്ക് തോന്നിയത്, നമ്മളിപ്പോൾ ഈ അക്രോപോളിസ് താഴത്ത് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ മെട്രോയിൽ സഞ്ചരിക്കാം. പക്ഷെ നടന്നു പോവുകയാണെങ്കിൽ, പരമാവധി നടന്നു പോവുകയാണെങ്കിൽ ചുറ്റുപാടും ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങളുടെയും ആളുകളാണ് അവിടെ താമസിക്കുന്നത്. ഈ പേരുള്ളൊരു ഒരു ഒരു കട പോലും ഞങ്ങൾ കണ്ടു. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ, ഒരു ഗ്രോസറി ഷോപ്പ്. അതിനുള്ളിൽ ഒരു അയാളുടെ പേര് ഫൈസൽ എന്നാണ്. അതിൽ ഈ പാകിസ്ഥാനിലെ സിയാൽക്കോട്ട് നിന്ന് മറ്റു വന്നിട്ടുള്ളതാണ്. അയാളെ പരിചയപ്പെട്ടു. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുണ്ട്. അടുത്ത് എനിക്കൊന്ന് ബെന്യാമിൻ നോവലിനെ പറ്റി പറയാതിരിക്കുന്നതല്ല, ഇത് വെച്ചുകൊണ്ട്, ഈ യാത്ര വെച്ചുകൊണ്ടാണ് ബെന്യാമിൻ നോവൽ എഴുതില്ലേ. മൾബറി എന്നുള്ള പേര് തൊട്ട് ഒക്കെ കസാൻസാക്കീസാണ്. ബെന്യാമിൻ അത് എഴുതുന്നുള്ളൂ, മൊത്തം കസാൻസാക്കീസാണ് സംഭവം. അതിൽ ഈ മൾബറി എന്നുള്ള നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പുസ്തക വിപണനശാലയെ പറ്റി അല്ലെങ്കിൽ എഡിറ്റോറിയലിൽ ഷെൽവിയെ പറ്റിയാണ് കഥ. പക്ഷേ ഈ നോവൽ വരുന്നതും നോവലിലൊരു വളരെ നിഗൂഢമായിട്ടുള്ളൊരു കഥാപാത്രം ഉണ്ട്. അത് ഇനി എവിടേക്കാണ് പോകണമെന്ന് എനിക്കറിയാം. എത്ര ലക്കുണ്ട്? ഇനി 15 ലക്കം കൂടി ഉണ്ട്. ഇനി 15 ലക്കം കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 34 ലക്കം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു രചനയുടെ കാര്യങ്ങളും അതും വേറൊരു തരം യാത്രയാണല്ലോ നമ്മൾ ഏതൻസിൽ എന്ന് പറയുന്ന അതിൻ്റെ യാത്ര. എനിക്ക് തോന്നുന്നത് അത് പറഞ്ഞിട്ട് പിന്നെയുള്ള കാര്യങ്ങളിലേക്ക് വരാം എന്നുള്ളത്. സന്തോഷ് ഈ ഏതൻസിൽ ചെന്ന് ഇറങ്ങിയ സംഭവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഒരു മോഷണത്തിൻ്റെ സ്ഥലമാണ് എന്ന് പറയുമ്പോൾ എനിക്കുണ്ടായ അനുഭവം, ഞാൻ സോളോ യാത്രയായിരുന്നു. പല സുഹൃത്തുക്കളെയും വിളിച്ചപ്പോൾ ആർക്കും കൂടെ വരാൻ വലിയ താല്പര്യമില്ല ഗ്രീസ് എന്നൊക്കെ കേട്ടപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പോകാം എന്ന് വിചാരിച്ചു. എനിക്ക് എന്തായാലും ഗ്രീസിൽ പോവാതെ, കസൻസാക്കിസിൻ്റെ സ്ഥലം കാണാതെ,
കസൻ സാക്കിസിൻ്റെ ശവകുടീരം പോയി കാണാതെ, അദ്ദേഹത്തിൻ്റെ സ്ഥലം യഥാർത്ഥത്തിൽ ക്രീറ്റ് എന്ന് പറയുന്ന മറ്റൊരു ദ്വീപാണ്, ഫ്ലൈ ചെയ്ത് പോവേണ്ട ഒരു സ്ഥലമാണ്. എന്തായാലും അവിടെ പോവാതെ എനിക്ക് തരമില്ല എന്ന് വന്നപ്പോൾ ഞാൻ തനിയെ യാത്ര ചെയ്യാണ്. അപ്പോൾ ഏതൻസിൽ ചെന്നിറങ്ങി എയർപോർട്ടിൽ തന്നെ മെട്രോയുടെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഏതൻസ് മെട്രോ ടിക്കറ്റ് ഒരു 3 ദിവസത്തെ ടിക്കറ്റ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യാത്ര ചെയ്യാവുന്നു. ഞാൻ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ആ പേഴ്സ് അപ്പോഴത്തെ വെപ്രാളത്തിൽ അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ പോയി. മെട്രോ സ്റ്റേഷനിൽ അവിടുന്ന് താഴെ ഇറങ്ങി മെട്രോ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു എന്നും. മൊത്തം ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് മുഴുവൻ ആ പേഴ്സിലാണ്. ഒന്ന് ചങ്ക് കത്തി. അവിടെ ചെന്നിട്ട് ഞാൻ തിരിച്ച് ഓടി. ഇവിടെ എനിക്കറിയാം എവിടെ വെച്ചാണ് ഞാൻ പൈസ എടുത്ത് കൊടുത്തപ്പോൾ ആ കൗണ്ടറിലിരിക്കുന്ന സ്ത്രീ പറഞ്ഞു, നിൻ്റെ പേഴ്സ് ഇതാ ഇവിടെ ഇരിക്കുന്നു, എടുത്തുകൊണ്ട് പോ എന്ന് പറഞ്ഞിട്ട് ആ പേഴ്സ് തിരിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ ദേശത്തെക്കുറിച്ചും വിചാരിക്കുന്നത് ഓരോ തരത്തിലാണ് നമ്മൾ കാഴ്ചപ്പാട്. ചിലപ്പോൾ ചിലർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. യൂറോപ്പിൽ പോയിട്ട് എത്രയോ ആൾക്കാർക്ക് ബാഗ് നഷ്ടപ്പെട്ടിട്ടുള്ള ചരിത്രമുണ്ട്. UK ഏറ്റവും വലിയ മോഷണം നടത്തുന്നതെന്ന് ആൾക്കാർ പറയും. UK ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മോഷണം നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും UK ആണ്, ഫ്രാൻസ് ആണ്, ഇറ്റലിയിലെ പല സ്ഥലങ്ങളിലും മോഷണം വലിയ തോതിൽ നടക്കുന്നുണ്ട്. അപ്പം ഓരോ മനുഷ്യരും ചെന്ന് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് വേറെ വേറെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ഞാൻ ശരിക്കും ഏതൻസിൽ പോയി, അതിനുശേഷം തെസ്സലോനിക്കയിൽ പോയി, അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പോയ സ്ഥലമെന്ന് പറയുന്നത് മൗണ്ട് ആദോസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. സാക്കസിലേക്ക് വന്ന കാര്യം പറയാം. നമ്മൾ ഒരു എഴുത്തുകാരനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ചില വരികൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ കോരിത്തെരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ്. കസൻ സാക്കിസിൻ്റെ ഒരു 3-4 കോട്ടിങ്സ് ഞാനൊന്ന് പറയാം നിങ്ങൾക്ക് വേണ്ടി. കസൻ സാക്കിസിനെ അധികം വായിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ട് എങ്കിൽ, കസൻ സാക്കിസിൻ്റെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന, ദൈവമേ ഞാൻ എന്തായിത്തീരാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്നെ നീ അതാക്കി തീർക്കണമേ എന്നതാണ്. നമ്മളൊക്കെ ഈ വല്ലാതെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ലൗകിക സുഖങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു കാലത്ത് കസൻ സാക്കിസിനെ പോലെ ഒരാൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഞാൻ എന്തായി തീരാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്നെ നീ അതാക്കി തീർക്കണമേ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയത എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? എല്ലാ കാലത്തും പൗരോഹിത്യത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയും അതിനെതിരെ കലഹിക്കുകയും ചെയ്തിട്ടുള്ള എഴുത്തുകാരാണ് കസൻ സാക്കിസ്. സഭ അദ്ദേഹത്തെ സഭാപൃഷ്ടനാക്കി, അദ്ദേഹത്തിൻ്റെ ശവം ഇവിടെ ഏതൻസിൽ അടക്കാൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തെ ക്രീറ്റിലേക്ക് കൊണ്ടുപോയി. ക്രീറ്റിൽ പോലും അദ്ദേഹത്തിന് സഭാ സെമിത്തേരിയിൽ എവിടെയും അടക്കാൻ സംഭവിച്ചില്ല. അദ്ദേഹത്തെ ക്രീറ്റിലെ ഒരു പൊതു ഇടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഒരുക്കിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തോടൊപ്പം ശവശരീരത്തെ അനുഗമിച്ചെങ്കിൽ പോലും സഭ എല്ലാ കാലത്തും എതിരെ നിന്നിട്ടുള്ള ആളാണ്. പക്ഷേ ആ എതിരെ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആത്മീയത എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. വലിയ ഒരു ആത്മീയതയുടെ ഒരു ചൈതന്യം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ വരികൾ നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. സിസ്റ്റർ സ്പീക്ക് മീ ഓഫ് ഗോഡ്, ദ ആൽമണ്ട് ട്രീ ബ്ലോസംഡ്. സഹോദരി എന്നോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കൂ എന്ന് പറയുമ്പോൾ ആ ബദാം മരം പൂവിട്ടു എന്ന് പറയുകയാണ്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാൾക്ക് ഒരു ചെടിക്ക് പൂവിടാൻ തോന്നുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ദൈവീകത എന്നോ ആത്മീയത എന്നോ പറയുന്ന ഒരു മനുഷ്യൻ നമ്മളെ ഒരു കാലത്ത് സ്വാധീനിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വരി, മനുഷ്യൻ വിരിഞ്ഞു വരുന്നതിനെ നമ്മൾ കഥ എന്ന് വിളിക്കുന്നു, റോസാച്ചെടി അതിനെ റോസാപ്പൂവെന്നും. ഇത്ര മനോഹരമായ വരികളാണെന്ന് നോക്കും. മനുഷ്യൻ വിരിഞ്ഞു വരുന്നതിനെ കഥ എന്ന് വിളിക്കുന്നു, റോസാച്ചെടി അതിനെ റോസാപ്പൂവെന്നും. ഇങ്ങനെയൊക്കെ ചില വരികൾ കൊണ്ടാണ് നമ്മൾ അയാളിൽ നിമഗ്നനായി പോകുന്നത്. ദൈവം നമ്മെ ചിത്രശലഭപ്പുഴുക്കളെ പോലെ സൃഷ്ടിക്കുന്നു, നാമോ സ്വന്തം പ്രയത്നത്താൽ ചിത്രശലഭങ്ങൾ ആവുകയും വേണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കളക്ട് ചെയ്ത കത്തുകളുടെ ഒരു സമാഹാരമുണ്ട്. അത് ഈ മൾബറി എന്ന് പറയുന്ന നോവൽ അതാണ് യഥാർത്ഥത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ശ്രമത്തെക്കുറിച്ചാണ്. ഏതാണ്ട് 500-ലധികം കത്തുകളാണ് പല കൂട്ടുകാർക്ക്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, സഹ എഴുത്തുകാർക്കൊക്കെ എഴുതിയിട്ടുള്ള കത്തുകളാണ് ആ പുസ്തകത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. ഒരു കത്തിനകത്ത് പോലും എന്തുമാത്രം സർഗാത്മകത നിറഞ്ഞു നിൽക്കുന്നതെന്ന് കാണുന്നത് നമുക്ക് അത്ഭുതം തോന്നും. വെറുതെ എഴുതുകയല്ല, ഓരോ നിമിഷം ഓരോ കത്തും
അത്രമേൽ സൂക്ഷ്മമായി എഴുതിയിട്ടുള്ളതാണെന്ന് ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരുവൻ എന്തായിരുന്നുവോ അതിനെ മറികടക്കാൻ കഴിയുന്നവനാണ് മനുഷ്യൻ. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ മറികടക്കാൻ കഴിയുന്ന അവസ്ഥയിലാവുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ എത്രയധികം വാചകങ്ങൾ വേണമെങ്കിലും കസൻസാക്കിസിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും. ഇതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിലേക്ക് ഞാൻ വീണുപോകാനുണ്ടായ കാരണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സഭയ്ക്കെതിരെ നിൽക്കുന്ന വലിയൊരു ആത്മീയത. ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം. സഭ, എല്ലാ ക്രിസ്തീയ സഭകളും പറയുന്നത് ദൈവീകതയിലാണ് ക്രിസ്തു ജനിച്ചത് എങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന ആളൊരു സാധാരണ മനുഷ്യനായിരുന്നുവെന്നും ആ മനുഷ്യൻ നിരന്തരമായ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ദൈവത്വത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന വലിയൊരു തിയോളജിക്കൽ സ്റ്റാൻഡാണ് യഥാർത്ഥത്തിൽ കസൻസാക്കിസ് ആ പുസ്തകത്തിൽ എടുക്കുന്നത്. സഭ അതിക്രൂരമായി വിമർശിച്ച സാധനമാണ്. കാരണം ക്രിസ്തു ദൈവീകതയിലല്ല ജനിച്ചത് എന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ പിന്നെ സഭ അത് അംഗീകരിക്കുമോ? പക്ഷേ അദ്ദേഹം പറയുന്നത് എല്ലാ മനുഷ്യരും ദൈവത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരമ്പാണ്. കീർഗഊറിൻ്റെ ഒരു ആശയമുണ്ട്, നമ്മൾ ദൈവത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അമ്പാണ്, പക്ഷേ ഭൂമിയിലെ പ്രലോഭനങ്ങൾ നമ്മളെ ഇങ്ങനെ മടക്കി വിളിച്ചുകൊണ്ടേയിരിക്കും, നമ്മളൊക്കെ അങ്ങനെ വീണു പോകുന്നവരാണ് എന്ന്. അങ്ങനെ വീണുപോകാത്ത അപൂർവം ചിലരാണ് വിശുദ്ധരാവണമെന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ വിശുദ്ധതയുടെ പദവിയിൽ എത്തപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ദൈവികതയിൽ എത്തപ്പെട്ട ഒരാളാണ് ക്രിസ്തു എന്ന് പറയുന്ന ആശയമാണ് ആ പുസ്തകത്തിൽ മുന്നോട്ട് വെക്കുന്നത്. കസൻസാക്കിസിൻ്റെ യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് താനൊരു വിശുദ്ധനായി തീരണം എന്നതായിരുന്നു. പുരോഹിതനാവാൻ വേണ്ടി പോകുന്നുണ്ട് ചെറുപ്പത്തിൽ. അതിന് പിതാവ് ഭയങ്കരമായി ശാസിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ക്രീറ്റ്, അദ്ദേഹം വളരുന്ന സമയത്തെന്ന് പറയുന്നത് തുർക്കികളുമായിട്ട് വലിയ യുദ്ധം നടക്കുന്ന സമയമാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് സ്വാതന്ത്ര്യസമര പോരാളിയായിരുന്നു. അപ്പം പുരോഹിതനാവാൻ പോയിട്ട് തിരിച്ചു വരുന്ന കസൻസാക്കിസിനെ പിതാവ് ക്രൂരമായി വിമർശിക്കുന്നുണ്ട്. നീ എന്ത് തരം കുപ്പായം ഇട്ടിട്ടാണ് വന്നത്? ഇവിടെ ജനങ്ങൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ നീ പുരോഹിതനാവാൻ വേണ്ടി പോകുന്നോ? നിൻ്റെ വസ്ത്രങ്ങൾ നോക്കൂ, നിൻ്റെ നടു കുനിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ക്രൂരമായി വിമർശിക്കുന്ന ഒരു പിതാവിനെ അദ്ദേഹം വരച്ച് കാണിക്കുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, ചെറുപ്പകാലത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി തൂക്കിലേറ്റപ്പെട്ട ഒരു പോരാളിയെ കാണിക്കാൻ വേണ്ടി പിതാവ് ഈ കുഞ്ഞിനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ തൂകിയാടുകയാണ് പൊതുസ്ഥലത്ത് ഈ പോരാളി. അദ്ദേഹത്തിൻ്റെ ആ പോരാളിയുടെ കാലിൽ തൊടാൻ പിതാവ് നിർബന്ധിക്കുന്നുണ്ട്. കസൻസാക്കിസ് പേടിയോടുകൂടി മരിച്ച ഒരാളുടെ കാലിൽ തൊടുന്ന ഒരനുഭവം പറയുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, ഇനി എന്നെങ്കിലും ഒരിക്കൽ തുർക്കികൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ നീ തോക്കെടുത്ത് നിൻ്റെ അമ്മയെയും സഹോദരിമാരെയും വെടിവെച്ചിട്ട് കൊന്നിട്ട് നീ അവരുടെ മാനം കാക്കണമെന്ന് പറയുന്ന ഒരു പിതാവ്. അത്തരത്തിൽ ഒക്കെ നിൽക്കുമ്പോൾ പോലും ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ ചിന്തയും സ്വപ്നങ്ങളും ഒരു വിശുദ്ധനായി തീരണമെന്നാണ്. അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അയാൾ മൗണ്ട് ആഥോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. മൗണ്ട് ആഥോസ് നിങ്ങളിൽ ചിലരും കേട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. മൗണ്ട് ആഥോസ് സന്യാസിമാരുടെ റിപ്പബ്ലിക്കാണ്. ഏതാണ്ട് 1500 വർഷക്കാലമായി സന്യാസികൾ മാത്രം താമസിക്കുന്ന, സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു സ്ഥലമാണ് മൗണ്ട് ആഥോസ്. അത് നമ്മൾ ഗ്രീസിലേക്കുള്ള വിസ എടുത്ത് പോയതിന് ശേഷം അവരുടെ പിൽഗ്രീമേജ് സൊസൈറ്റിയുടെ മറ്റൊരു വിസ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ എത്തപ്പെടാൻ കഴിയുള്ളൂ. നവോത്ഥാനത്തിന് സാധ്യതയുണ്ട്. അതെ. അപ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിൽ ചിലയിടങ്ങളിൽ മാത്രമാണ് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഇടമെന്ന്. അത് സമ്പൂർണ്ണമായി സ്ത്രീകൾക്ക്, ഒരു കാലത്ത് ഒരു പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശനമില്ലാത്ത 2000-ലധികം സന്യാസിമാർ താമസിക്കുന്ന 20 സന്യാസി മഠങ്ങൾ അടങ്ങിയ ഒരു സ്ഥലമാണ്. ഏഥൻസിൽ നിന്ന് നമ്മൾ തെസ്സലോനിക്കയിലേക്ക് ഫ്ലൈ ചെയ്ത് പോകണം. അവിടുന്ന് ഔറനോപോളി എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തേക്ക് ഒരു തീരദേശ ഗ്രാമത്തിലേക്ക് ഏതാണ്ട് 2.5 മണിക്കൂർ നേരം ബസ് യാത്ര ചെയ്യണം. അതിനുശേഷം ഏതാണ്ട് 2 മണിക്കൂർ നേരം ബോട്ട് യാത്ര ചെയ്താൽ മാത്രമേ ഈ മൗണ്ട് ആഥോസ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തപ്പെടുകയുള്ളൂ. 1500 വർഷത്തെ പഴക്കമുള്ള സന്യാസി മഠങ്ങളാണ് അവിടെ ഉള്ളത്. കസൻസാക്കിസ് അദ്ദേഹത്തിൻ്റെ കാലത്ത് 40 ദിവസം അവിടെ പോയി താമസിക്കുകയും സന്യാസിയാവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചാണ് അദ്ദേഹം വളരെ മനോഹരമായ ഒരു അനുഭവം പുസ്തകത്തിലിടുന്നത്. അദ്ദേഹം ഒരു സന്യാസി മഠത്തിൽ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രൂപം കാണുകയാണ്.
അപ്പോൾ അദ്ദേഹം അവിടുത്തെ സന്യാസിയോട് ചോദിക്കുന്നു, നിങ്ങളുടെ ചിത്രത്തിൽ എന്താണ് ക്രിസ്തു ഇങ്ങനെ ക്രൂസിൽ കിടക്കുന്നത്, അദ്ദേഹം ഇതുവരെ ഉയർത്തെഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ സന്യാസി പറയുന്ന ഉത്തരം, നിങ്ങൾ ബൈബിളിൽ എവിടെയെങ്കിലും ചിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ദേഷ്യപ്പെടുന്ന ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്, കരയുന്ന ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്, സങ്കടപ്പെടുന്ന ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ക്രിസ്തു ഒരിക്കലും ചിരിക്കുന്നില്ല. ക്രിസ്തു ചിരിക്കണമെങ്കിൽ ലോകത്തിലെ പാപങ്ങൾ മുഴുവൻ അസ്തമിക്കണം, ഈ ലോകത്തിലെ വ്യഥകൾ മുഴുവൻ തീരണം, ഇവിടുത്തെ പീഡിതൻ മുഴുവൻ രക്ഷ പ്രാപിക്കുമ്പോൾ മാത്രമേ ക്രിസ്തു ജനിക്കുകയുള്ളൂ. അപ്പം കസൻസാക്കിസും തൻ്റെ കൂട്ടുകാരനും കൂടി ഇറങ്ങി പുറത്ത്, ആ മഠത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറയുകയാണ്, നമുക്ക് ക്രിസ്തുവിനെ ചിരിപ്പിക്കുന്നവരായിട്ട് മാറാം, നമ്മൾ ഈ സന്യാസി മഠത്തിൽ കഴിയേണ്ടവരല്ല, നമ്മൾ പുറത്തു പോവുകയാണ്. അങ്ങനെയാണ് കസൻസാക്കിസ് സന്യാസി മഠത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഗ്രീക്കിൽ നിന്ന് പലയിടങ്ങളിൽ അഭയാർത്ഥികളായി പോയവരെ സംരക്ഷിക്കുന്ന സർക്കാർ ഏജൻസിയുടെ ഭാഗമായി അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ആളായി മാറുകയും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും പിന്നീട് രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ഗ്രീസിൽ ഒരു കാലത്ത് അദ്ദേഹം മന്ത്രിയായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു കാഴ്ചയിൽ നിന്നാണ് യഥാർത്ഥത്തിലുള്ള ഒരു വിശുദ്ധത എന്ന് പറയുന്നത് അങ്ങ് സന്യാസി മഠത്തിൽ മൗണ്ട് ആഥോസിൽ ഇരിക്കലല്ല, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കലാണ് എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നത്. അങ്ങനെ പലതരത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച ഒരിടമാണ് ഈ മൗണ്ട് ആഥോസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മൗണ്ട് ആഥോസിൽ പോകണം എന്ന ഒരു വലിയ ആഗ്രഹം ഉണ്ടാവുകയും ഞാൻ മൗണ്ട് ആഥോസിൽ എത്തപ്പെടുകയും ചെയ്തു. ആ കഥ അടുത്ത സന്തോഷിൻ്റെ സംസാരത്തിന് ശേഷം പറയും. അവിടെ ഈ ഇലക്ക അവിടെ നിർത്തിയിരിക്കുകയാണ് ഈ മൗണ്ട് ആഥോസിൻ്റെ അല്ലേ. ഈ ഇന്നത്തെ നമ്മൾ കസാൻസിക്കസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇന്നത്തെ ഗ്രീസിൻ്റെ ഒരു അവസ്ഥയും കൂടി പറയണം. ഗ്രീസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും ഒക്കെ ഉണ്ടതിൽ. യൂറോപ്പിലുള്ള യൂറോപ്പിൻ്റെ ഒരു അറ്റാണ് ഗ്രീസിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടിയുണ്ട് അതിൻ്റെ വലിയ പാരമ്പര്യത്തിന് കാരണമായിട്ട്. അത് മെഡിറ്ററേനിയൻ കടന്നു കഴിഞ്ഞാൽ ആഫ്രിക്കയായി. ഈ അതിൻ്റെ മറ്റ് കിഴക്കേ ഭാഗത്ത് വെസ്റ്റ് ഏഷ്യ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രശ്നസങ്കീർണമായിട്ടുള്ള സിറിയ, ലെബനൻ, ഇസ്രായേൽ, പിന്നെ ഇവിടെ ഈജിപ്റ്റ്, ടുണീഷ്യ ഒക്കെ തൊട്ടുള്ള മൊറോക്കോ വരെയുള്ള രാജ്യങ്ങൾ അതിനും അഭിമുഖമായിട്ട് നിൽക്കുകയാണ്. പിറകിൽ യൂറോപ്പാണ്. അപ്പോൾ ഈ മൂന്ന് ഭൂഖണ്ഡങ്ങളും നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു കേന്ദ്രീകൃത സ്വഭാവം ഈ ഗ്രീസിനുണ്ടായി. ഗ്രീസിൻ്റെ ഈ പാരമ്പര്യം ഒരു 19ാം നൂറ്റാണ്ടൊക്കെ സമയത്ത് ഇത് തിരിച്ചറിയുന്നുള്ളൂ. അതിനു മുമ്പ് ഒരു സാധാരണ രാജ്യമായിട്ട് ഇത്രയും പാരമ്പര്യമുള്ള രാജ്യമാണെന്ന് മനസ്സിലാക്കുന്നത് ഈ ഉത്ഖനനങ്ങളൊക്കെ നടക്കുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. ഇപ്പോൾ ഗ്രീസിൽ മാത്രമല്ല യൂറോപ്പിലെമ്പാടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലതുപക്ഷ വ്യതിയാനം നടക്കുന്നുണ്ട്. വലിയതായ തോതിൽ അഭയാർത്ഥികളെ സ്വീകരിക്കാതിരിക്കുക. അത് പൊതുവേ യൂറോപ്പിൻ്റെ ഈ ഗ്രീസിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നടക്കുന്നില്ല. അവർ സിറിയ എന്നൊക്കെ വരുന്ന അഭയാർത്ഥികളെ വളരെ ടെമ്പററി ഷെൽട്ടർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് അവിടെയുള്ള അഭയാർത്ഥികൾ വരുന്നത്. അവിടെ നിന്ന് പിന്നെ പുറകോട്ട്, അതായത് വടക്കോട്ട് പോകണമെങ്കിൽ ചില രാജ്യങ്ങൾ അത് സമ്മതിക്കുള്ളൂ. ഹംഗറി പോലെ രാജ്യങ്ങളിൽ വേലി കെട്ടിയിരിക്കുകയാണ്. ജർമ്മനിയിൽ പോവാം, അതുപോലെ തന്നെയുള്ള ഈ ക്രൊയേഷ്യ പോലെ രാജ്യങ്ങളിലൂടെ കടന്ന് ജർമ്മനി തൊട്ട് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ വരെ പോകാം. പക്ഷെ അപ്പോഴും ഗ്രീസ് ഒരു കവാടം മാത്രം അവർ സാധാരണ രീതിയിൽ അനുവദിക്കുന്നില്ല. എങ്കിൽ പോലും ഈ വലതുപക്ഷ പാർട്ടികളുടെ വലിയ ഉയർച്ച ഗ്രീസിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു പാർട്ടിയെ പറ്റി ഞങ്ങളവിടെ ഗ്രീക്ക് സൊല്യൂഷൻ എന്നാണ് ഈ പാർട്ടിയുടെ പേര്. ഗ്രീക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിറ്റ്ലറുടെ ഫൈനൽ സൊല്യൂഷൻ എന്നുള്ളൊരു പേരിനോട് പെട്ടെന്ന് അവർക്ക് ഏതാണ്ട് 13-14% വോട്ട് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും ഈ വലിയ മുന്നേറ്റം വലതുപക്ഷം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഫ്രാൻസിൽ വരുന്നുണ്ട്, ഇറ്റലിയിൽ അവരുടെ ഭരണം സ്ഥാപിച്ചു കഴിഞ്ഞു, സ്വീഡനിലും ഡെൻമാർക്കിലും ഉണ്ട്. മിക്കവാറും ഈ ഫെബ്രുവരിയിൽ അവസാനം നടക്കാൻ പോകുന്ന ജർമ്മൻ ഇലക്ഷനിലും ഇങ്ങനെ AfD എന്ന് പറഞ്ഞൊരു പാർട്ടി വളരെ സജീവമായിട്ട് നിൽക്കുന്നത്, ഓൾട്ടർനേറ്റ് ഫോർ ദോയ്ഷ്, അതായത് ജർമ്മനി എന്ന് പറയുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇത്രയും ലിബറലായിട്ടുള്ള ഒരു കസാൻസാക്കിസിനെ പോലെയുള്ള ഒരു വലിയ പ്രതിഭ ജീവിച്ചിരുന്നൊരു സ്ഥലത്ത് അങ്ങനെയുള്ള യൂറോപ്പിൻ്റെ ഒരു അവസ്ഥ മാറുമെന്നും കൂടി സൂചിപ്പിക്കുകയാണുള്ളത്. മറ്റൊരു കാര്യം ഇപ്പോൾ ബെന്യാമിൻ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്താണ്, അതായത് ഒരാൾ സന്യാസി മഠത്തിൽ പുരോഹിതനാവാനോ അല്ലെങ്കിൽ ഭക്തി മാർഗം സ്വീകരിക്കാനായിട്ട് പോകുന്നു, അവിടെ നിന്ന് ഒഴിഞ്ഞു പോരുന്നു. പിന്നെ വലിയൊരു എഴുത്തുകാരനായിട്ട് ഇത് വേറൊരു എഴുത്തുകാരനെ കൂടി നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അദ്ദേഹം നമ്മുടെ നാടായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം ഹെർമൻ ഹെസ്സെയാണ്. ഹെർമൻ ഹെസ്സെ എന്ന് പറയുമ്പോൾ അദ്ദേഹം ജർമ്മൻ അല്ലെങ്കിൽ സ്വിസ് ഏരിയയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ തലശ്ശേരിയിലാണ് വെച്ചിട്ടാണ് ജനിച്ചത്. ഗുണ്ടറ്റിൻ്റെ മകളാണ് മാരി ഹെസ്സെ എന്ന് പറയുന്ന
മറ്റേ മാരി ഗുണ്ടറ്റാണ് ഹെർമൻ ഹെസയുടെ. ഈ യാത്രയിൽ എനിക്ക് അവിടെ പോകാൻ പറ്റി. അപ്പോൾ ഇവർ തമ്മിൽ ഏതാണ്ട് ഒരു സാദൃശ്യം ഇപ്പോൾ ബെന്യാമിൻ പറയുന്നതിലൂടെ എനിക്ക് തോന്നി. അതൊരു വലിയ യുദ്ധവിരുദ്ധരായിരുന്നു. സ്പിരിച്വാലിറ്റി അവർ രണ്ടുപേർക്കും ഒരു ബുദ്ധ സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോൾ സിദ്ധാർത്ഥ പോലെയുള്ള നോവലുകൾ എഴുതുന്നു, കവിതകൾ എഴുതുന്നു, അതേപോലെ തന്നെ ആത്മീയ അന്വേഷണങ്ങൾ നടത്തുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും എഴുത്തുകാരനാവാനുള്ള ഒരു വഴി പോലും ഇതാണ്. പുരോഹിതാവാൻ ശ്രമിക്കുക, അത് കിടന്ന് ഓടിപ്പോരുക. ഇയാൾ ഓടിപ്പോന്നിട്ടുള്ളതാണ് ഈ ഹെർമൻ ഹെസെ. നമ്മൾ എല്ലായ്പ്പോഴും ഈ സ്പിരിച്വാലിറ്റിയെ കൊണ്ടുവന്ന് മതത്തിൽ കിട്ടുന്നതിൻ്റെ പ്രശ്നമാണ് നമുക്കുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്പിരിച്വാലിറ്റി അന്വേഷിക്കുന്നത് പല തരത്തിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണത്തിലുള്ള രണ്ടുപേരുടെ കഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ സന്തോഷ് ഈ മ്യൂസിയങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത് ശരിയാണ്, എനിക്കൊരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ ഈ മ്യൂസിയത്തിൽ കയറി ഇറങ്ങാൻ വലിയ മടിയാണ്. കാരണം എല്ലാം ഒരേ തരത്തിൽ. ഇപ്പോൾ ഞാൻ ഒരു മ്യൂസിയത്തിലേക്ക് നടക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നീ എന്ത് കാണാനാണ് മ്യൂസിയത്തിലേക്ക് പോകുന്നത്? പൊട്ടിയ കുറേ ചട്ടികൾ, ഭരണികൾ, വാളുകൾ, ശവകുടീരങ്ങൾ, ഇത് മാത്രം കാണാൻ വേണ്ടി നീ എന്തിനാണ് ഇത് പോകുന്നത്? ആ പൈസ 5 യൂറോ എനിക്ക് തരൂ, ഞാനൊരു ബിയർ അടിക്കട്ടെ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ വഴിയെ വെച്ച് കണ്ടുകത്ത്. അതായത് ഞാനൊരു യാത്രാവിവരണത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യാത്രാവിവരണത്തിൽ, ഈ ഗ്രീസ് യാത്രാവിവരണത്തിൽ എഴുതിയപ്പോൾ മുസഫർ അഹമ്മദ് എന്നെ വിളിച്ചു പറഞ്ഞു, അതൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഇയാൾ എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ എഴുതാൻ ഭാവിയിൽ സാധ്യതയുള്ള ഒരു നോവലിലെ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ മനുഷ്യൻ, നീ അതിനെ ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിടത്തു നിന്നാണ് യഥാർത്ഥത്തിൽ മൾബറിയിലെ ജോർജിയോ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടായി വരുന്നത്. അപ്പോൾ നമ്മൾ വളരെ യാദൃച്ഛികമായി വഴിയരിയിൽ കണ്ടുമുട്ടുന്ന ഒരു മനുഷ്യനാണ്. ഞാനും പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ശരിയാണ്, കുറേ പൊട്ടിയ ചട്ടികൾ ഇതൊക്കെ കാണാം, ഇതിൻ്റെ ഒരു ആവർത്തനമാണല്ലോ എന്ന്. പക്ഷേ നമ്മൾ ആലോചിക്കുമ്പം നമ്മൾ പല ദേശങ്ങളിൽ കാണുന്ന സാധനങ്ങളുടെ ശേഖരങ്ങളുടെ ഒരു സമാഹാരമെന്ന് പറയുന്നത് ഒരിക്കലും കണക്റ്റ് ആവില്ല എന്ന് വിചാരിക്കുന്ന പല ദേശങ്ങളിലും സമാനമായ വസ്തുക്കളുടെ കണ്ടെടുപ്പിലാണ്. എന്ന് പറഞ്ഞാൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ സംസ്കാരങ്ങൾ പല ദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു വലിയ സൂചനയാണ് യഥാർത്ഥത്തിൽ ഈ മ്യൂസിയങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത്. അതാണ് ഞാൻ മ്യൂസിയത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു അത്ഭുതം എന്ന് പറയുന്നത്. ഇത്രയും സംസ്കാരം നമ്മളോളം പരിഷ്കൃതരല്ല എങ്കിൽ പോലും സംസ്കാരയുക്തരായ ആ കാലത്തെ ഏറ്റവും മനോഹരമായി ഉപയോഗിച്ച അക്കാലത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച മനുഷ്യർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അറിവാണ് യഥാർത്ഥത്തിൽ മ്യൂസിയത്തിൽ നിന്ന് കിട്ടുന്നത്. ഈ ഏതൻസിലെ മ്യൂസിയത്തിൽ ചെന്നാലുള്ള ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നത് മരിച്ചുപോയ അനേകം ദൈവങ്ങളെ നമുക്കവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നത് ദൈവങ്ങളൊന്നും മരിക്കില്ല, അവരിങ്ങനെ അനന്തകാലം ജീവിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ ഗ്രീക്ക് പുരാണങ്ങളിൽ ഉണ്ടായ അല്ലെങ്കിൽ റോമൻ സംസ്കാരത്തിൽ ഉണ്ടായിട്ടുള്ള ദൈവങ്ങളുടെ എല്ലാം മരിച്ചുപോയ ദൈവങ്ങളുടെ പ്രതിമകൾ, വെറും പ്രതിമകൾ പോലെ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് സൂയസ് ഉണ്ട്, അപ്പോളോ ഉണ്ട്, അഥീനയുണ്ട്, അഫ്രോഡൈറ്റ് ഉണ്ട്, അർത്തമീസ് ദേവിയുണ്ട്. ഇവരുടെ എല്ലാം പാതി മൂക്കടർന്ന പ്രതിമകൾ അവിടെ ഇരിക്കുകയാണ്. ഒരു കാലത്ത് എത്രയോ ലക്ഷം, എത്രയോ കോടി മനുഷ്യർ ഇവരെല്ലാം ശക്തരായ ദൈവങ്ങളാണ് എന്ന് ആരാധിച്ചിരുന്ന എത്രയോ നൂറ്റാണ്ടുകാലം ആരാധിച്ചിരുന്ന ദൈവങ്ങളെല്ലാം വെറും മ്യൂസിയം പീസുകളായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് മതത്തെ സംബന്ധിച്ചുള്ള മറ്റൊരു ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ മാറിപ്പോകുന്നത് ഇതിലൂടെ എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഓരോ കാഴ്ചയും അല്ലെങ്കിൽ ഓരോ യാത്രയും നമുക്ക് കൊണ്ടുതരുന്നത്. നമ്മളൊരിടത്ത് ചെന്ന് നിൽക്കുമ്പം നമ്മൾ മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇപ്പം നമ്മൾ ഇസ്താംബൂളിൽ പോകുന്നു. ഇസ്താംബൂളിൽ പോയിട്ട് ഹാഗ സോഫിയ കാണുമ്പോൾ അതിൻ്റെ വലിപ്പവും അതിൻ്റെ ഇതൊന്നുമല്ല ഞാൻ ആലോചിക്കുന്നത് ആ ഒരു കെട്ടിടത്തിൻ്റെ പിന്നിലെ ചരിത്രം. ഒരു കാലത്ത് ബൈസാൻറ്റിയൻ ഓർത്തഡോക്സ് സഭയുടെ വലിയ കേന്ദ്രമായിരുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്ന്, പടിഞ്ഞാറൻ റോമൻ കത്തോലിക്കയേക്കാൾ വലിയ ശക്തി കേന്ദ്രമായിരുന്നു ഏതാണ്ട് 1000 വർഷക്കാലം ബൈസാൻറ്റിയൻ ഓർത്തഡോക്സ് സഭയും ബൈസാൻറ്റിയൻ സാമ്രാജ്യവും. അതിൻ്റെ കേന്ദ്രമാണ് ഹാഗ സോഫിയ എന്ന് പറയുന്നത്. ഒട്ടോമൻ സാമ്രാജ്യം വരുമ്പോഴത്തേക്കും ഒരു ദിവസം കൊണ്ട് അതൊരു മുസ്ലിം മോസ്കായിട്ട് മാറുകയാണ്. ചരിത്രം എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കിക്കോളൂ. പിന്നീട് തുർക്കി സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോഴേക്കും അതൊരു മ്യൂസിയമായിട്ട് മാറുന്നു. അറ്റാതുർക്ക് പറയുകയാണ്, ഇത് ഇനി പള്ളിയുമല്ല, ഇത് മോസ്കുമല്ല, ഇതൊരു മ്യൂസിയം
വിഷയമാണ് എന്ന്. പുതിയ കാലത്ത് എർദോഗൻ ഭരണത്തിൽ വരുമ്പോൾ അവിടുത്തെ തീവ്ര മുസ്ലിമുകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അത് വീണ്ടും മോസ്കായിട്ട് പ്രഖ്യാപിക്കുന്നു. ഒരേ കെട്ടിടമാണ്, അതിനുള്ളിൽ ഇപ്പോഴും ക്രിസ്തുവിൻ്റെ ചിത്രം കാണാം. ഇപ്പോൾ മോസ്ക് ആണെങ്കിൽ പോലും അതിൻ്റെ മുമ്പിൽ ആ ക്രിസ്തുവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്ന ഭരണാധിപൻ്റെ ചിത്രം അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടില്ല, അത് വരച്ചു ചേർത്തിരിക്കുകയാണ്. ധാരാളം ചിത്രങ്ങൾ മാറ്റിയിട്ടുണ്ട്, ധാരാളം ചിത്രങ്ങൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് തുണി കൊണ്ട് മറച്ചിട്ടുണ്ട്. അത് ഈ വിശുദ്ധന്മാരുടെയൊക്കെയാണ്. ഇസ്ലാം മതം വിശുദ്ധന്മാരെ അംഗീകരിക്കാത്തത് കൊണ്ട്, എന്നാൽ ക്രിസ്തുവിനെ ഒരു പ്രവാചകനെ പോലെ അംഗീകരിക്കുന്നത് കൊണ്ട്, കന്യാമറിയമിനെ അംഗീകരിക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ ചിത്രങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ മറ്റേതൊക്കെ മറിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഇടത്ത് ചെല്ലുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഓർക്കുന്നത് ഇത്തരം ചില ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ മൗണ്ട് ആഥോസിലും ചെല്ലുമ്പം നമ്മൾ ഓർക്കുന്നത് എത്ര കാലമായി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സന്യാസിമാർ, പുറം ലോകം കാണാത്തവർ, പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ, ജീവിതം സർവ്വപാടെ ഉപേക്ഷിച്ചവർ, ദിവസത്തിൽ 7 നേരം പ്രാർത്ഥിച്ചുകൊണ്ട് വെളുപ്പിനെ 3 മണിക്ക് പ്രാർത്ഥന തുടങ്ങും. നമ്മളെ വിളിച്ച് ഉണർത്തും, നമ്മളും ചെന്ന് അവിടെ പ്രാർത്ഥനയ്ക്ക് കൂടണം. ചില സന്യാസി മഠങ്ങളിൽ 20-30 പേരേ ഉള്ളൂ, ചിലയിടത്ത് ഒരു 150 പേരെ, അങ്ങനെ ഒരു 2000 പേര് അടങ്ങുന്ന ഒരു വലിയ സന്യാസി സമൂഹമാണ് 20 സന്യാസി മഠങ്ങളിലായിട്ട് ജീവിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പെർമിഷൻ എടുക്കണമെന്ന്. അല്ലാണ്ട് നമുക്ക് സന്യാസി മഠത്തിലേക്ക് കത്തെഴുതി നമ്മളെ അവിടെ താമസിപ്പിക്കാമെന്ന് അവരുടെ മറുപടി കത്ത് വന്നെങ്കിൽ മാത്രം അതുമായിട്ട് വേണം നമ്മൾ ഈ വിസ എടുക്കേണ്ട സെൻറ്ററിൽ പോകാൻ. അപ്പോഴാണ് നമുക്ക് ആ വിസ അനുവദിക്കുന്നത്. ഇപ്പോൾ 3 രാത്രിയും 4 പകലും മാത്രമേ അവിടെ ഒരാൾക്ക് തങ്ങാൻ സമ്മതിക്കുകയുള്ളൂ. അതിനകത്ത് 100 പേർ ഓർത്തഡോക്സ് സഭാവിശ്വാസികളും 10 പേർ മതത്തിലോ അന്യ സഭയിലോ പെട്ടവരായിരിക്കണം. അങ്ങനെ 110 പേർക്ക് മാത്രമാണ് ഒരു ദിവസം അവിടേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. നമ്മൾ ഈ വിസയുമായിട്ട് ബോട്ട് ജെട്ടിയിൽ ചെന്നാൽ ഈ വിസ കാണിക്കുമ്പോൾ നമ്മളെ ബോട്ടിൽ കയറ്റിക്കൊണ്ട് പോകും. അവിടെ ചെന്നിട്ട് നമ്മളെ അവിടെ ഉള്ള ചെറിയ ബസ്സിലാണ് ഈ പല സന്യാസി മഠങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു ദിവസം ഒരു സന്യാസി മഠത്തിൽ ഒരു രാത്രി മാത്രമേ തങ്ങാൻ സാധ്യതയുള്ളൂ. അവിടെ കണ്ട ഏറ്റവും മനോഹരമായ കാര്യമെന്ന് പറയുന്നത് ബൈസാന്റിയൻ ചിത്രകലയുടെ മനോഹാരിതയാണ്. നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ചിത്രകല ഏതാണെന്ന് ചോദിച്ചാൽ ബൈസാന്റിയൻ ചിത്രകലയാണ് എന്ന് പറയാം. ഈ ഇത്രയും വർഷമായിട്ടും പഴകാത്ത ചിത്ര രൂപങ്ങൾ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ആ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാവരെയും കാണിക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ച ഒന്നാണ്. പക്ഷേ അവിടെ ഫോട്ടോ അനുവദനീയമല്ല. അത്രമേൽ മനോഹരമാണ്. ഞാനെപ്പോഴും വിചാരിക്കും ജൂലിയൻ മാർപ്പാപ്പയൊക്കെ സിസ്റ്റൈൻ ചാപ്പലിൽ മൈക്കലാഞ്ചലോയെ വിളിച്ച് ചിത്രം വരപ്പിച്ചത് ഈ ചിത്രകല കണ്ട് അസൂയപ്പെട്ടിട്ടാണ്. കാരണം അത്രമേൽ മനോഹരവും വ്യത്യസ്തവുമാണ് ബൈസാന്റിയൻ ചിത്രകല എന്ന് പറയുന്നത്. ഏറ്റവും രസകരമായ കാര്യം, ഞാൻ ഈ ക്രിസ്ത്യാനിറ്റിയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഈ സഭകൾ തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ പലരും പലതരത്തിലുള്ള വിശ്വാസങ്ങളെ വെച്ച് പുലർത്തുന്ന, വളരെ സൂക്ഷ്മമായി പുറത്തുനിന്ന് കണ്ടാൽ മനസ്സിലാവാത്തത്ര വ്യത്യാസം പുലർത്തുന്നതാണ്. അതിൽ ഏറ്റവും വലിയ വ്യത്യാസമെന്ന് പറയുന്നത് കത്തോലിക്ക സഭ, ചില പ്രൊട്ടസ്റ്റൻ്റ് സഭകളും ഒക്കെ വിശ്വസിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉള്ളിൽ 2 സ്വഭാവങ്ങളുണ്ട് എന്നാണ്. അവർ ദ്വിസ്വഭാവവാദികൾ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയല്ല എന്നും ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഏകസ്വഭാവ വിശ്വാസികളുമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മലങ്കര സഭ, അല്ലെങ്കിൽ സിറിയൻ സഭ, അല്ലെങ്കിൽ എറിത്രിയൻ സഭ, എത്യോപ്യൻ സഭ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേയേറെ സഭകളുണ്ട്. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ എന്ന് പറയുന്ന സഭകൾ വിശ്വസിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ എന്നും, അതായത് മനുഷ്യത്വവും ദൈവത്വവും തമ്മിൽ വേർപിരിയാനാവാത്ത വിധം കൂടിക്കലർന്നിരിക്കുന്നു എന്നാണ് ആ സഭകളുടെ വിശ്വാസം. എന്നാൽ കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭകളും അങ്ങനെയല്ല. ക്രിസ്തുവിൻ്റെ ഉള്ളിൽ മനുഷ്യ സ്വഭാവവുമുണ്ട്, ദൈവസ്വഭാവമുണ്ട്. ഇത് വേർപിരിക്കാനാവാത്തതും കൂടിക്കലർന്നതും ഒക്കെയാണെന്ന് പറയുന്ന വളരെ സങ്കീർണമായ മറ്റൊരു ഒരു വിശകലനവുമുണ്ട്. AD 451 നടന്നിട്ടുള്ള കൽക്കദൂക്കൻ സുന്നതദോസാണ് അത് അംഗീകരിക്കുന്നത്. അവിടെ വെച്ച് ഈ സഭകൾ 2ആയിട്ട് വേർപിരിയാണ്. ഞാനിത് പറയാൻ വന്നത്, ഇതൊക്കെ നമ്മൾ തിയറിറ്റിക്കലി പഠിക്കുകയും അല്ലെങ്കിൽ ചരിത്രം പഠിക്കുകയും ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും ഞാൻ ഈ സന്യാസി മഠത്തിൽ ചെന്ന് പ്രാർത്ഥനയ്ക്ക് കൂടി. അപ്പോൾ ഞാൻ ഇന്ത്യൻ ഓർത്തഡോക്സുകാരനാണ് എന്ന മട്ടിലാണ് ഞാൻ അവിടെ പോയിരിക്കുന്നത്. സഭയിൽ നിന്നൊരു ലെറ്ററൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് വിസ സംഘടിപ്പിച്ചത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഓർത്തഡോക്സ് സഭ, അതായത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്ന് പറയുന്ന
പഴയ ഞാൻ മുമ്പേ പറഞ്ഞ ബൈസാൻഡിയൻ ഓർത്തഡോക്സ് സഭയുടെ തുടർച്ചയാണ് ഈ സന്യാസി മഠങ്ങൾ. ഇപ്പോൾ ബൈസാൻഡിയൻ സാമ്രാജ്യം തകർന്നതോടുകൂടി അത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, റഷ്യൻ ഓർത്തഡോക്സ് സഭ, പോളിഷ് ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന ഒരു 21 സഭകളായി വിഘടിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ശക്തി ഏതാണ്ട് ക്ഷയിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിൽ പോലും അവരുടെ ആത്മീയതയിൽ തുടരുന്ന സഭകളാണ്. അപ്പോൾ ഞാൻ ചെന്നു, പ്രാർത്ഥനയ്ക്ക് ചേർന്നു, അവരുടെ പ്രാർത്ഥനയൊക്കെ കേട്ടു. അപ്പോൾ ഒന്നും നമുക്ക് മനസ്സിലാവില്ല, എല്ലാം ഈ ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പോൾ ഇടയ്ക്ക് ആമേൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഹല്ലേലൂയ എന്ന് പറയുന്നത് മനസ്സിലാവും. ഇതൊക്കെ കേട്ട് നിൽക്കുമ്പോൾ എല്ലാവരും കുരിശ് വരയ്ക്കുമ്പോൾ ഞാനും കുരിശ് വരയ്ക്കും ഇവരോടൊപ്പം. അപ്പോൾ അതിനിടയ്ക്ക് ഒരു സന്യാസി എന്നെ വിളിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് പ്രാർത്ഥനയ്ക്കിടയിൽ പുറത്തോട്ട് കൊണ്ടുപോയിട്ട് ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. ഏത് സഭാവിശ്വാസിയാണ്? ഞാൻ പറഞ്ഞു, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാവിശ്വാസിയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ അർമേനിയൻ ഓർത്തഡോക്സ് സഭയുമായിട്ട് സംസർഗമുള്ള സഭയാണോ നിങ്ങളുടെ സഭ എന്ന് പറയുന്നത്? കുർബാന സംസർഗം, കമ്മ്യൂൺ എന്നാണ് അതിന് പറയുന്നത്, ഉള്ള സഭയാണോ നിങ്ങളുടേതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഇരുവരും 2 വ്യത്യസ്ത വിശ്വാസ രീതി പുലർത്തുന്ന ആളാണ്. നിന്നെ എനിക്ക് തിരിച്ചറിഞ്ഞത് ഞങ്ങൾ കുരിശു വരയ്ക്കുന്നത് പോലെയല്ല നിങ്ങൾ കുരിശു വരയ്ക്കുന്നത്. നമ്മൾ ഇവിടെ ഇന്ത്യയിൽ ഉള്ളവർ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലോ ഓർത്തഡോക്സ് സഭയിലോ ഒക്കെ ഉള്ളവർ കുരിശു വരയ്ക്കുന്നത് ഇങ്ങനെ നെറ്റിയിൽ തൊടും, ഇവിടെ തൊടും, പിന്നെ ഇടത്തേക്ക് കൊണ്ടുപോകും, പിന്നെ വെള്ളത്തേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയാണ് ആ കുരിശു വരയുടെ രീതി. പക്ഷേ ഈസ്റ്റേൺ ഓർത്തഡോക്സുകാർ തിരിച്ചാണ് കുരിശു വരയ്ക്കുന്നത്. നെറ്റിയിൽ തൊടും, നെഞ്ചത്ത് തൊടും, പിന്നെ വലത് തൊടും, പിന്നെ ഇടത്തേക്ക് തൊടും. ഞാൻ അത് മാത്രം ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ കള്ളത്തരങ്ങളും പഠിച്ചിട്ട് പോയിട്ട് ഈ കള്ളത്തരം മാത്രം ഞാൻ ശ്രദ്ധിക്കാൻ മനസ്സിലാവാതെ പോവുകയും സന്യാസി എന്നെ പിടികൂടുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിൽ കമ്മ്യൂൺ ഉള്ളവരല്ല, നിന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, കാരണം ഞങ്ങൾ അത്രമേൽ ഇതിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. പക്ഷേ നീ ഇത്ര ദൂരം ഇത് ഇന്ത്യയിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഇന്നത്തെ ദിവസം മാത്രം ഞങ്ങളുടെ ഇത് കണ്ടിട്ട് ഞങ്ങളോടൊപ്പം ആഹാരം പങ്കിട്ടിട്ട് പോകണം. നാളെ രാവിലെ നിനക്ക് ആഹാരം വേറെ സ്ഥലത്തായിരിക്കും, ഞങ്ങളുടെ കൂടെ ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ മാത്രം. അവിടെ ധാരാളം ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ, അർമേനിയ മറ്റ് പല സഭാവിശ്വാസികളൊക്കെ വന്നിട്ടുണ്ട്. അവരെ എല്ലാം സന്യാസിമാരോടൊരുത്ത് ഭക്ഷണം കൊടുക്കുകയും എനിക്ക് മാത്രം മറ്റൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഭക്ഷണം തരികയും ചെയ്തു. അപ്പം വിശ്വാസത്തിന് നമ്മൾ കണക്ക് പഠിക്കുമ്പോൾ കോസ് തീറ്റയും ടാൻ തീറ്റയും ഒക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇതൊക്കെ ജീവിതത്തിൽ ഉപയോഗിക്കാത്ത സാധനമാണ് എന്ന് പറയുന്നത് പോലെ ഈ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ധാരകൾ നമ്മൾ എവിടെയും ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അത് ഉപയോഗിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് എന്ന് മനസ്സിലായ സ്ഥലമാണ് ഈ മൗണ്ട് ആഥോസ് എന്ന് പറയുന്നത്. അവർ ഭയങ്കര വിശ്വാസം. അപ്പം ധാരാളം റിലിക്സുകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ക്രിസ്തുവിനെ ക്രൂശിച്ച ക്രൂശ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് അതിലൊരു മഠം. കന്യാമറിയമിൻ്റെ ബെൽറ്റ് ഉണ്ട്. ഇതൊക്കെ വിശ്വാസമാണ് കേട്ടോ. ഇത് എന്നോട് ചോദിച്ചാൽ അത് ഒറിജിനലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അവരതിൽ വണങ്ങിയാണ് പ്രാർത്ഥിക്കുന്നത്. കന്യാമറിയമിൻ്റെ ബെൽറ്റ്, അല്ലെങ്കിൽ സെയിൻറ്റ് ജോർജിൻ്റെ ഒരു കൈ, സ്വർണ്ണനാവുകാരനായ ഈവോനിയസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു സെയിൻ്റ് ഉണ്ട് ക്രിസ്തീയ സഭയ്ക്ക്. എല്ലാ ക്രിസ്തീയ സഭകളും അംഗീകരിക്കുന്ന ആളാണ് സ്വർണ്ണനാവുകാരൻ ഈവോനിയസ്. അദ്ദേഹത്തിൻ്റെ വിരൽ, അങ്ങനെ ധാരാളം റിലീക്സുകൾ ഈ മഠങ്ങളിലെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അത്രയും പരിപാവനമായ സ്ഥലമെന്ന് വിചാരിക്കുന്ന ഒരിടത്ത് ചെന്നുപെടാനും 3 രാത്രികളിൽ അവിടെ പല സന്യാസി മഠങ്ങളിലായി മാറി മാറി ജീവിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതും കസൻസാക്കിസിൻ്റെ ഒരു ബലത്തിൽ അദ്ദേഹം പോയ ഒരു ഇടം എന്ന നിലയിലാണ് ഞാനവിടെ ചെന്ന് പെട്ടത്. അതൊരു അപൂർവ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത്തരം ചില അനുഭവങ്ങൾ എത്ര മനോഹരമാണെന്നറിയോ. ആ സന്യാസി മഠങ്ങളും ആ അന്തരീക്ഷവും അതിൻ്റെ ചുറ്റുമുള്ള കടലും. ഈജിയൻ കടലിലാണ്. ഈജിയൻ കടലിലൂടെ ഒരു യാത്ര എന്ന് പറയുന്നത് എത്ര മനോഹരമാണ്. അതിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് കസൻസാക്കിസ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈജിയൻ കടലിലൂടെ യാത്ര ചെയ്ത് ഈ മഠങ്ങളിൽ പോയി താമസിക്കാനും അവരുടെ ഒരു അനുഭവം. 7 മണി നേരവും പ്രാർത്ഥിക്കുന്നു. സന്യാസിമാർ പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം ഇതുപോലെ നിലനിൽക്കുന്നത്. നിങ്ങളിങ്ങനെ, എന്നോട് പറയാണ്, നിങ്ങളിങ്ങനെ പാപങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ പാപങ്ങൾക്കെല്ലാം പരിഹാരമായി ഞങ്ങൾ 7 നേരം പ്രാർത്ഥിച്ച് ഈ ലോകത്തെ നിലനിർത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം വിശ്വസിച്ച് പ്രാർത്ഥനയിൽ മുഴുകി ജീവിക്കുന്ന ഒരു കൂട്ടം സന്യാസിമാരോടൊപ്പം കുറച്ച് ദിവസം 2-3 ദിവസം ജീവിക്കാൻ കൂടി ഈ ഗ്രീക്ക് യാത്ര സഹായിച്ചു എന്നുള്ളത് കൂടി ഒരു വലിയ അനുഭവമായിട്ട് ഞാൻ കാണുന്നു. ഏതാണ്ട് നമ്മുടെ സമയം തീരെയാണ്. അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഈ വളരെ പ്രാചീനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് പ്രാചീനമായിട്ടുള്ള പല സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. ഈ നോവലിൽ അത് പറയുന്നുണ്ട്. ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം, ഈ ഏതൻസിൻ്റെ ഈ അക്രോപോളിസിൻ്റെ താഴെ അങ്ങനെ കടകളുണ്ടായിരിക്കും. ഈ കടകളിൽ
വളരെ ഇപ്പം നസ്രുദ്ദീൻ ഷാക്ക് അഭിനയിക്കുന്ന പോലെ ഡ്രമാറ്റിക്കായിട്ട് ഒരു ദിവസം ഇതാ കൊണ്ടുപോകും, 500 കൊല്ലം 1000 കൊല്ലം പഴക്കമുള്ള നാണയങ്ങളും സാധനങ്ങളൊക്കെ തരും. അപ്പോൾ കുറച്ച് എല്ലാ ആളുകളും ഇത് വാങ്ങുന്നുണ്ട് യൂറോ ഒക്കെ വെച്ച്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ആലോചിച്ചാൽ മനസ്സിലാവും എത്രയോ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പ്രാചീന, അതൊരു വലിയ വ്യവസായം പോലെ തോന്നും. ഇപ്പോൾ നമുക്കൊരു ചെറിയ മോൺസൺ മാവെങ്കിലും അടക്കും ഈ കാര്യങ്ങൾ അവിടെ ചെല്ലുമ്പോൾ. അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ തെസലോണിക്കി എന്ന് പറയുന്ന ഒരു കടലോര പട്ടണമുണ്ട്. അത് ഒരു നമ്മൾ പോകുന്ന സമയമൊക്കെ അത് വളരെ ഓഫ് സീസൺ ആയിരുന്നു. വളരെ വളരെ സമ്പന്നരായിട്ടുള്ള മനുഷ്യരൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. മാരത്തോണുകൾ കാണും നമ്മൾ ഗ്രീസിൽ പല സ്ഥലത്ത്. ഗ്രീസിൽ യൂറോപ്പിൽ പൊതുവെ ഉണ്ട്. പക്ഷേ ഈ തെസലോണിക്കിൽ പോയപ്പോൾ റോഡുകൾ മുഴുവൻ വിജനാക്കിയിട്ടൊക്കെ, റോഡുകളിൽ ബസ്സും സൗകര്യങ്ങളൊന്നും ഓടുന്നില്ല. അപ്പോൾ മാരത്തോൺ ഓടുകയാണ്. എല്ലാ മനുഷ്യരും ഇത്ര പ്രായമുള്ള ആളുകളൊക്കെ മാരത്തോൺ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണും. ഹാരുക്കി മുറാകാമി ഏതൻസിൽ പോയിട്ട് മാരത്തോൺ ഓടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയൊരു പുസ്തകമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ഇതൊക്കെ പിന്നീട് നമുക്ക് വിശദമായിട്ട് പറയാം. അൾബറി വരുന്നതോട് കൂടിയിട്ട് ഈ മിക്കവാറും കാര്യങ്ങൾ ഇപ്പോൾ ബെന്യാം പറഞ്ഞതൊക്കെ ആള് സിനിമയിൽ എടുത്തു എന്ന് പറഞ്ഞാൽ നോവലിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനി വരും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മിക്കവാറും. ഈ ഗ്രീസിലെ സ്ഥലങ്ങളെ കുറിച്ച് പറയുമ്പോഴേ തെസലോനിക്കി, കോരിന്ത്യ എന്നൊക്കെ പറയുന്ന വളരെ പ്രശസ്തമായ സ്ഥലങ്ങളുണ്ട്. ഈ ബൈബിളിലൊക്കെ തെസലോനിയർക്ക് എഴുതിയ ലേഖനം, കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ലോകത്തിൽ എവിടെയും ഇല്ലാത്ത സ്ഥലങ്ങളാണെന്നാണ് ഞാൻ ഒരു കാലത്ത് വിചാരിച്ചത്. ആ സ്ഥലങ്ങളൊക്കെ അസ്തമിച്ചു പോയിരുന്നു. പക്ഷേ പെട്ടെന്ന് ഗ്രീസിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ, പ്രധാനപ്പെട്ട പല പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ എന്താണ്, വളരെ പ്രാചീനമെന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് മാത്രമല്ല, ഗ്രീസ് വലിയ മനുഷ്യരുടെ സ്ഥലമാണ് കേട്ടോ. നമ്മളൊക്കെ വിചാരിച്ച പ്ലേറ്റോയുടെ സ്ഥലമാണ്, സോക്രട്ടീസിൻ്റെ സ്ഥലമാണ്, അരിസ്റ്റോട്ടലിൻ്റെ സ്ഥലമാണ്, ഹോമറിൻ്റെ സ്ഥലമാണ്, പൈതഗോറസിൻ്റെ സ്ഥലമാണ്. അതെ, അങ്ങനെ എത്രയോ അധികം മനുഷ്യർ, വലിയ വലിയ നമ്മളെ സ്വാധീനിച്ച മനുഷ്യരുടെ സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത് എന്ന് പറയുന്ന വലിയൊരു അനുഭവമാണ് ഗ്രീസ്. ഏത് സ്ഥലത്ത്, സന്തോഷ് പറഞ്ഞ പോലെ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ എന്തെങ്കിലും ഒന്ന് ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും എന്ന തരത്തിൽ വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലൊന്നാണ് സന്യാസി മഠത്തിൽ. അതുവരെ സന്യാസി മഠത്തിൽ കള്ള് വിളമ്പുന്ന സ്ഥലം കൂടിയാണ്. ഞാൻ ആദ്യമായി ചെന്ന് കയറുമ്പോൾ അവിടുത്തെ ഊസോ എന്ന് പറയുന്ന അവരുടെ ഒരു തനത് മദ്യമുണ്ട്. അത് ഈ മുന്തിരിയിൽ നിന്നും ചാരായം വാറ്റുന്ന പോലെ വാറ്റിയെടുക്കുന്ന മദ്യമാണ്. ആദ്യം തന്നെ സന്യാസി മഠത്തിൽ ചെന്ന് കയറുമ്പോൾ അതിലൊരു ഒരു ഷോട്ടാണ് തരുന്നത്, ഒരെണ്ണം അടിക്കുക എന്ന് പറഞ്ഞ്. അങ്ങനെ സന്യാസിമാർ 2 അറിവൊക്കെ അടിച്ചിട്ടിരിക്കുന്ന സന്യാസിമാർ കൂടിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. നമസ്കാരം, ബെന്യാമിൻ സാറിനോടാണ്. കഴിഞ്ഞ വർഷത്തെ KLF ഞാൻ കണ്ട് സംസാരിക്കുമ്പോൾ, ഫോട്ടോഗ്രാഫൊക്കെ മേടിക്കുമ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യം, അന്ന് ആടുജീവിതം ഇറങ്ങാമെന്നൊക്കെ ആയിരുന്നു. സാറിൻ്റെ അടുത്ത് എനിക്ക് വളരെ ഒരു പരിഭവമുണ്ട്. ആടുജീവിതം ഞാൻ വായിച്ച എക്സൈറ്റ്മെൻറ്റിൽ, വായിച്ച നമ്മുടെ അനുഭവത്തിനോട് നീതി പുലർത്തിയില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയിലാണ് ആടുജീവിതം കാത്തിരിക്കുന്നത്. പക്ഷേ ആടുജീവിതം കണ്ടു, ഗംഭീരമായിരിക്കുന്നു, നിരാശപ്പെടുത്തിയില്ല എന്നുള്ളത് കാര്യം ആദ്യമായിട്ട് പറയുന്നു. അപ്പോൾ സാറ് അവസാനമായിട്ട് പറഞ്ഞ 2 കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, മലയിലേക്ക് സ്ത്രീകൾക്ക് ഒരു പ്രവേശനമില്ല, ഏത് വയസ്സിലും പ്രവേശനമില്ല, ഒരിക്കലും പ്രവേശനമില്ല. അതങ്ങനെ തന്നെയാണ്. ഒരിക്കലും പ്രവേശനമില്ല മാത്രമല്ല, ഒരു തരത്തിലുള്ള ജീവികൾക്കും പ്രവേശനമില്ല. 12 പേര് പോയിട്ടുണ്ടെന്നുള്ളൊരു വാദമൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഭയങ്കര സംവാദമുണ്ട്. ഈ 12 പോയ 12 പേരുടെയും ജീവിതം പിന്നെ തകർന്നു പോയി എന്നാണ് അവർ വാദിക്കുന്നത്. അത് പിന്നെ അതൊരു മറ്റൊരു കാര്യമാണ്. പറഞ്ഞോളൂ. അത് ഒന്നത്. രണ്ടാമത്തേത് ഇപ്പോൾ അവസാനം സാറ് പറഞ്ഞത്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പിന്നെ വന്നിട്ട് പാസ്റ്റർ ചോദിച്ചു താങ്കളുടെ കോൺഗ്രേഷൻ ഏതാണ്, നാളെ മുതൽ അവിടെ മാറി നിന്ന് കഴിച്ചോണമെന്ന് പറഞ്ഞത്. ഇത് രണ്ടും നമ്മുടെ കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ടൊന്ന് സാറൊന്ന് വിശദീകരിക്കാമോ? ഏതെങ്കിലും ഒരു സാധാരണക്കാരനോ, ബെന്യാമിനോ എന്നോ ഒരു സെലിബ്രിറ്റിയോ എഴുത്തുകാരനോ ഇൻ്റലക്ച്വലോ അല്ല, ഒരു സാധാരണക്കാരൻ ഇന്നലെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ മാറ്റി നിർത്തി കഴിപ്പിച്ചു എന്നൊരാൾ വിളിച്ചു പറഞ്ഞാൽ കേരളത്തിൽ നെക്സ്റ്റ് ഡേ നമ്മളത് എന്തായിരിക്കും നമുക്കറിയാം. ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് യൂറോപ്യൻ ഗ്രീസ് എന്നൊക്കെ പറയുന്നത്, റോമൻ ഗ്രീസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മറ്റേ ജനാധിപത്യത്തിൻ്റെയും മാനവികതയുടെയും ഒക്കെ ഈറ്റില്ലമായിട്ട് അതിൻ്റെ അട്ടിപ്പേരവകാശം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ സംഭവിച്ചതും കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു 1-2 മിനിറ്റിലൊന്ന് പറയാം. അത് ഒന്ന്, എന്തുകൊണ്ട് അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ പറയാൻ മറന്നു. അത് കന്യാമറിയമിൻ്റെ പൂന്തോട്ടം ആണ് അതെന്നാണ് അവരുടെ വിശ്വാസം. അതായത് കന്യാമറിയമും യോഹന്നാൻ സ്ലീഹ, അതായത്
ശിഷ്യനായി അവർ രണ്ടുപേരും കൂടി ജോപ്പ എന്ന സ്ഥലത്തേക്ക് ബോട്ടിലേക്ക് പോകുമ്പോൾ ഈ മനോഹരമായ പർവ്വതനിരകൾ കാണുകയും കന്യാമറിയം തൻ്റെ പുത്രനായ യേശുവിനോട് ആവശ്യപ്പെട്ടു, ഇത് എനിക്ക് വേണം എന്നാവശ്യപ്പെടുകയും ഇത് ഇന്നു മുതൽ നിൻ്റെ പൂന്തോട്ടമായിരിക്കും എന്നാവശ്യപ്പെടുകയും അന്ന് ഒരു അശരീരി കേൾക്കുകയും അത് കന്യാമറിയമിന് മാത്രം അവകാശപ്പെട്ട ഒരു സ്ഥലമായി, അതുകൊണ്ട് മറ്റൊരു സ്ത്രീകളും അവിടെ പോകാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട്. ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീ എന്ന് പറയുന്ന മനുഷ്യ സ്ത്രീക്ക് മാത്രമല്ല പെൺവർഗത്തിലുള്ള ഒരു ജീവിയെയും അവിടെ പ്രവേശിപ്പിക്കാത്ത അത്ര കഠിനമായ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ലോകത്ത്. അതൊരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്, യൂറോപ്പിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ പോലും അത് യൂറോപ്പിലല്ലാത്ത അവരാൽ ഭരിക്കപ്പെടുന്ന ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. അവരവരുടെ വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ കൂടി സ്വതന്ത്ര ചിന്താഗതിയുള്ളവരായതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു മാറ്റി നിർത്തൽ ഉണ്ടായാൽ നിശ്ചയമായിട്ടും പൊതുസമൂഹത്തിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവുക തന്നെ ചെയ്യും, അതൊരു ചർച്ചാ വിഷയമായി തീരുക തന്നെ ചെയ്യും എന്നതാണ്. പക്ഷേ യൂറോപ്പ് നമ്മൾ കാണുന്ന യൂറോപ്പല്ല. പലതരത്തിലുള്ള ഇത്തരം വ്യത്യസ്തതകൾ നമുക്ക് യൂറോപ്പിൽ കാണാൻ പറ്റും. ഒരു യൂറോപ്പല്ല, യൂറോപ്പിന് പലതരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട്, പല രീതികളുണ്ട് എന്ന് മാത്രം നമ്മളതിനെ കണ്ടാൽ മതി എന്നാണ് ഞാൻ കരുതുന്നത്. അത് അവരുടെ ഒരു വിശ്വാസമാണ്. നമുക്ക് അവരാരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നില്ല എന്നുള്ളതാണ്, ആരും ചെല്ലണ്ട എന്നുള്ളതാണ്. നമ്മൾ പിന്നെ ഇടിച്ചു കയറി അങ്ങോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മൈക്ക് അവിടെ കൊടുക്കൂ പ്ലീസ്. സർ, ഇപ്പം കസാൻസാക്കീസിന് പെട്ടെന്ന് ചോദിക്കണം, ഇവിടെ 2 മിനിറ്റ് കാണിക്കുന്നത്. കസാൻസാക്കീസിന് ചോദിച്ച പോലെ എനിക്ക് മാൽബറിന്ന് പെട്ടെന്നൊരു കോട്ട് ചെയ്യാം. പിന്നെ ഭ്രാന്ത് ചായമാകുമ്പോൾ അതിനെ ദാലി എന്ന് വിളിക്കുന്നു എന്ന് എഴുതിയവനെ ഭ്രാന്താക്ഷരമാകുമ്പോൾ ഞാൻ അതിനെ ഷെൽവി എന്ന് വിളിച്ചിരുന്നു എന്നുള്ളതാണ്. ഞാൻ കോളേജിൽ പോകാത്ത ഒരാളാണ്. അപ്പോൾ ക്യാമ്പസിൽ ഇപ്പോൾ പോകുന്നതിന് ബെന്യാമിൻ സാറിനോട് നന്ദി. എല്ലാ ചൊവ്വാഴ്ചയും പോകുന്ന പീരിയോഡിക്കൽസ് ഒന്ന് മെൽബറി വായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ അക്കാഡമിക് റൈറ്റിംഗ് ആണെങ്കിൽ നമുക്കറിയാം, അത് ആദ്യം തീരുമാനിച്ചുറപ്പിച്ച് നമ്മുടെ ഭാഷ നിശ്ചയിക്കണേ. പക്ഷെ ഇതൊരു നോവലാണ്. എനിക്കറിയാം, ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ മനുഷ്യന് രാമുഖത്തിന് ശേഷം കത്തുകൾ വളരെ മനോഹരമായിട്ട് വന്നിട്ടുള്ള ഒരു നോവലാണ്. അപ്പം ഇത് ഒരു ഓവർഫ്ലോയിങ് ആണെന്ന് അറിയാം ലാംഗ്വേജിൻ്റെ. പക്ഷേ ഈ റിതമാറ്റിക് ആയിട്ട് അതിലെ കണ്ടന്റ് അല്ല നമ്മളെ കരയിക്കണത്, ഭാഷയുടെ റിതാണ് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതെന്ന് പറയും. ഇതുപോലെ അനേകം സ്ഥലങ്ങൾ ഇനിയുണ്ട്. ഞാനിത് ഗാലറിയിൽ എടുത്തു വെച്ചേക്ക്. വളരെ സന്തോഷം. നമ്മളൊരു വിഷയത്തിൽ നിമഗ്നനായി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഭാഷ അതിനെ പിന്തുടർന്ന് വന്നുകൊള്ളുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എന്തോ ഒരു അതുപോലെ ഒരു ശതമാനം സർഗാത്മകത എവിടെ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇപ്പോഴും എഴുത്തുകാരായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആ വിഷയത്തിൽ ഒന്നാമത് കസിൻസാക്കിസിനെ പോലെ ഒരാൾ, ഷെൽവിയെ പോലെ സാഹിത്യം ഇങ്ങനെ, ഷെൽവിയുടെ ഭാഗം നമ്മൾ പരാമർശിച്ചതേയില്ല, സാഹിത്യത്തെ ഇങ്ങനെ ഭ്രാന്ത് പോലെ കൊണ്ട് നടന്ന് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് ജീവിതത്തിൻ്റെ പാതി വഴിയിൽ ഇറങ്ങി നടന്ന ഒരു മനുഷ്യൻ, അയാളെക്കുറിച്ച് എഴുതുമ്പോൾ അറിയാതെ ചില വാക്കുകൾ വന്നു പോകുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. നോവൽ പൂർണ്ണമായി വരുമ്പോൾ പൂർണ്ണമായിട്ടും വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനോഹരൻ സംസാരിക്കാൻ ഒരു വയ്ക്ക്, ലാസ്റ്റ് 1 മിനിറ്റ് പ്ലസ്. ബൈസാന്റിയൻ ചിത്രകലയെ കുറിച്ചിട്ട് ഓർഹാൻ പാമുക്ക് മൈനീസ് നെയിംസ് റെഡിൽ നന്നായി എഴുതിയിട്ടുണ്ട്. അത് ബൈസാന്റിയൻ ചിത്രകലയെക്കുറിച്ചല്ല ഓർഹാൻ പാമുക്ക് എഴുതുന്നത്, ഈസ്റ്റേൺ ചിത്രകലയുടെ മൊത്തം, പ്രത്യേകിച്ച് അറബ് സൂക്ഷ്മ കലയെക്കുറിച്ചും പേർഷ്യൻ കലയെക്കുറിച്ചും. അതിനകത്ത് ബൈസാന്റിയൻ ചിത്രകലയും വരുന്നുണ്ട്. ഈസ്റ്റേൺ എന്ന് പറയുന്നത് ബൈസ്റ്റാൻഡിയാണ്. കാരണം ഒർഹാൻ പാമുക്കിൻ്റെ സ്ഥലമാണല്ലോ ഇസ്താംബൂൾ എന്ന് പറയുന്നത്. ഇസ്താംബൂളാണ് ബൈസാന്റിയൻ സഭയുടെ കേന്ദ്രവും ബൈസാന്റിയൻ ചിത്രകലയുടെ കേന്ദ്രവും ബൈസാന്റിയൻ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രവും. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഒർഹാൻ പാമുക്കിന് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ദേശത്ത് നിന്നാണ് ഇത് ഉത്ഭവിച്ച് വരികയും അത് വലിയൊരു ശാഖയായി മാറുകയും ചെയ്തത്. ഇനി പഠിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം ചിത്രകാരനുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒർഹാൻ പാമുക്ക് അതുകൂടെ കടന്നിട്ട് പേർഷ്യൻ ചിത്രകലയ്ക്കും അറബ് ചിത്രകലയ്ക്കും ഒക്കെ പോകുന്നുണ്ട്. ആ പുസ്തകങ്ങൾ മനോഹരമായ പുസ്തകമാണ് മൈ നെയിം ഈസ് റെഡ്. നമ്മൾ വായിക്കേണ്ട കൃതികളിലൊന്നാണ്. പ്രത്യേകിച്ച് ചിത്രകലയെ താല്പര്യമുള്ളവർ നിശ്ചയമായിട്ടും വായിച്ചിരിക്കേണ്ട നോവലുകളിലൊന്നായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മുടെ സമയം തീർന്നു. കറക്റ്റ് ബരാബർ അവസാനിച്ചിരിക്കുന്നു. ഇത്രയും നേരം വിശപ്പ് സഹിച്ച് ഞങ്ങളെ കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു.